BJPയെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് വലിയ ചിരിയാണ് വരുന്നത്. കാരണം നിരന്തരമായിട്ട് സംസ്ഥാന ലിസ്റ്റിലേക്ക് കടന്നു കയറുന്ന ഫെഡറൽ വ്യവസ്ഥിതികളെ ലംഘിച്ചുകൊണ്ട് മാത്രം രാജ്യത്ത് 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അവരുടേത്. നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ രാജ്യത്തിൻ്റെ മൊത്തം റവന്യൂ വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം കുറക്കാൻ 14ാം ധനകാര്യ കമ്മീഷനെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നൊരു ആരോപണം ഏറെക്കുറെ വിശ്വാസയോഗ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെസ്സും സർചാർജും നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന 2014 വരെ രാജ്യത്തിൻ്റെ മൊത്തം റവന്യൂ വിഹിതത്തിൻ്റെ 10% ഇന്ന് അത് 26% ഉയരുകയും 2014 അപേക്ഷിച്ച് 133 ഇരട്ടി കൂടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, പ്രാദേശികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എടുക്കുന്ന വായ്പകളൊക്കെ ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെയൊക്കെ അവരുടെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സാമ്പത്തികമായ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നയത്തിലേക്ക് മാറിയൊരു സർക്കാർ, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണം പാസ്സാക്കുന്ന ബില്ലുകൾ മാസങ്ങളോളം തടഞ്ഞു വെച്ച് സുപ്രീം കോടതിയിൽ കാശ് കൊടുത്ത് വക്കീലിനെ വെച്ച് അവിടുന്ന് വിധി വാങ്ങിയിട്ട് വേണം ഇവിടെ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥിതിയൊക്കെ എത്രമാത്രം ചവച്ചു തുപ്പിയ ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ ലംഘനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 66 എണ്ണമാണല്ലോ സംസ്ഥാന ലിസ്റ്റിലുള്ളത്, കൺകറൻറ്റിൽ 47 എണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ലംഘിക്കുന്ന തരത്തിൽ കേന്ദ്രം ഇടപെടുന്നു. അപ്പോൾ കേന്ദ്രത്തിന് സമാനമായിട്ട് സംസ്ഥാനങ്ങളും ഇതിൽ മുതിർന്നു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ വലിയ താളപ്പിഴകളുണ്ടാകും. കേരള സർക്കാർ ഈ വിഷയത്തിൽ ഒരു യൂണിയൻ ലിസ്റ്റിനെ അതിലംഘിച്ചിട്ടില്ല എന്നൊരു വാദമുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം തെറ്റിദ്ധാരണക്കിടയാക്കിയ ഈ പേരുകളൊക്കെ ഒന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി കൃത്യമാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ നടത്തി ഒരു യൂണിയൻ ലിസ്റ്റിലേക്ക് കടന്നു കയറുന്നൊരു സംസ്ഥാനം എന്ന ദുഷ്പേരിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി അജിംസ് ഞാൻ പറയാനുണ്ട്. രസകരമായ കാര്യമാണ്. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് മ്യാൻമറിൽ സൈന്യം കടന്നു കയറിയപ്പോൾ അവിടെ നിന്ന് ചിൻ ഗോത്രക്കാർ മിസോറാമിലേക്ക് ഒഴുകിയെത്തിയത്. മിസോറാമിൻ്റെ മുഖ്യമന്ത്രി അവർക്ക് അവിടെ അഭയം നൽകി. അപ്പോൾ കേന്ദ്ര സർക്കാർ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇത് ചെയ്തിരിക്കും, കേന്ദ്രത്തിൻ്റെ തിട്ടൂര ആവശ്യമില്ല എന്നാണ് അന്നത്തെ മിസോറാം മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് അവരുടെ ബയോമെട്രിക് രേഖകൾ കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ അവർ ഞങ്ങളുടെ ജനിതക സഹോദരന്മാരാണ് എന്നാണ് മിസോറാമിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അവസാനം മിസോറാമിൻ്റെ വഴിയിലേക്ക് കേന്ദ്രം വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ഇവർക്ക് I3, Π3, വേറെ ചിലയിടങ്ങളിൽ CH പറഞ്ഞ പോലെ I3, 15 ആവുന്ന തരത്തിലുള്ള ഭരണങ്ങളൊക്കെയാണ് ഈ രാജ്യത്ത് പുരോഗമിക്കുന്നത്. ഏതായാലും ഭരണഘടനയുടെ അന്തസ്സും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലും ചരിത്രത്തിന് മാതൃക കാട്ടി മുന്നോട്ട് പോകണമെന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഇവിടെ അടിവരയിടുകയാണ്.